ഈ മണക്കാട് മുത്തുമാരി അമ്മൻ ക്ഷേത്രത്തിലെ പൂജാരി, തിരുവനന്തപുരത്ത് അരുൺ പോറ്റി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ഈ പൂജയ്ക്കിടയിൽ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് പോലീസ് വന്നിട്ട് ബലമായി കൈവിലങ്ങൊക്കെ അണിയിച്ച് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെ കൊണ്ടുപോയി. അദ്ദേഹം മുമ്പ് ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹം മോഷണം പോയതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോയത്. അദ്ദേഹം അതിനകത്ത് നിരപരാധിയാണ്. പക്ഷെ അത് വലിയ വിവാദമായി. ആ സംഭവം പോലീസിന് തന്നെ നാണക്കേടായി. പോലീസ് രാത്രി വിളിച്ച് ഫോണിലൊക്കെ വിളിച്ച് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അങ്ങനെ പോലീസ് ചെയ്യും. ആദ്യത്തെ സംഭവം അല്ലല്ലോ, പോലീസിൻ്റെ ആദ്യത്തെ സംഭവമല്ല. പക്ഷേ ക്ഷേത്രത്തിൽ ആ പൂജ ഇത് ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെയാണ് പോലീസ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊരു കരുതിക്കൂട്ടിയുള്ള കാര്യമാണോ? അല്ല, അത് തന്നെയാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ ഒരാളിനെ സംശയം വന്നാൽ പോലീസിന് കൃത്യമായിട്ടും പോലീസിന് അയാളെ ചോദ്യം ചെയ്യാം. മാത്രമല്ല, ഒരു സ്ഥാപനത്തിൽ നടക്കും. ഇപ്പോൾ ഇവിടെ ഒരു മോഷണം നടന്നെന്ന് വെച്ചോളൂ. സ്വാഭാവികമായിട്ടും എന്നെയും ജോണിനെയൊക്കെ പോലീസിന് ചോദ്യം ചെയ്യാൻ വിളിക്കുകയും ചെയ്യാം. സ്റ്റേഷനിലേക്ക് വരണം, അവിടെ വന്നിട്ട് നിങ്ങൾ മൊഴി തരണം, നിങ്ങളെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. സ്വാഭാവികം. കാരണം നമ്മുടെ സ്ഥാപനത്തിൽ ഒരു സാധനം 2-3 ക്യാമറ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് മോഷണം പോയി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുക, കൊണ്ടുപോവുക ചെയ്യുക. പക്ഷേ നമ്മളിവിടെ ഇരുന്ന് ഇതുപോലെ ടോക്കിലിരിക്കുമ്പോൾ അത് നമ്മുടെ ജോലിയാണ്. നമ്മൾ ടോക്കിലിരിക്കുമ്പോൾ നമ്മൾ പുറത്ത് ചാടി ഓടിയില്ല, നമ്മൾ ഒരിടത്തോട്ടും പോയിട്ടില്ല. നമ്മൾ ഈ ടോക്കിലിരിക്കുകയാണ്. ഈ സമയത്ത് ഇടിച്ചു കയറി വന്നിട്ട് നമ്മൾ ഈ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ച് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഷട്ടർ തൂക്കി എടുത്തുകൊണ്ട് പോയാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് പോലീസിൻ്റെ ഒരു അധികാരവുമല്ല, ഒരു പോലീസിൻ്റെ ഒരു കാര്യവുമല്ല. നമുക്കതിനെ എന്ത് ജനാധിപത്യം പറഞ്ഞാലും എന്ത് പോലീസ് നിയമം പറഞ്ഞാലും അത് അംഗീകരിച്ചെടുക്കാൻ പറ്റില്ല. ക്ഷേത്രത്തിനകത്ത് കയറിയ ഇത് ക്ഷേത്രത്തിനകത്ത് കയറി, അതാണ് നമ്മുടെ ഒരു ചർച്ച ചെയ്യേണ്ടത്. ക്ഷേത്രത്തിനകത്ത് കയറിയാണ്. ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിൽ ഇരിക്കുമ്പോഴാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഒരു പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ പോലും ക്ഷേത്രത്തിനകത്താണ്. പക്ഷേ അവിടുത്തെ ഭക്തരും അവിടുത്തെ ട്രസ്റ്റ് ഭാരവാഹികളും പറയുന്നത് ശ്രീകോവിലിരുന്ന് പൂജിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസുകൾ വരുന്നത്. പൂജ കഴിയട്ടെ, പൂജ കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം എന്ന് പറയുന്നു. മാത്രമല്ല, ഇതിനകത്ത് വേറൊന്ന് നമ്മൾ കാണേണ്ടത്, അദ്ദേഹത്തിനെ ശനിയാഴ്ച, അതായത് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ഈ പൂജാരിയെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റന്ന് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് പോലീസ്. അയാൾ ചെല്ലാൻ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു പൂജാരി. അപ്പം ആ പൂജാരി അവിടെ പോലീസ് പറഞ്ഞ ദിവസം സ്റ്റേഷനിൽ ചെല്ലാമെന്നും പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ, അതിൻ്റെ തലേ ദിവസം ഈ ക്ഷേത്ര പൂജ നടക്കുന്ന സമയത്ത് വന്ന് പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറയാം. അത് പ്രത്യേകിച്ച് ചില താല്പര്യങ്ങളുടെ ഭാഗത്താണ്, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതിനകത്ത് ഇനി മറ്റെന്തെങ്കിലും തലങ്ങളുണ്ട് എന്ന് നമ്മൾ അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും തലങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രശ്നമല്ല. കാരണം അതിനകത്ത് ചില താല്പര്യങ്ങളും ചില ഐഡിയകളും ചില അജണ്ടകളും നമ്മൾ അതിനകത്ത് കിടക്കുന്നൊരു അജണ്ടകളുമുണ്ട്. അത് പറയുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്, ആരാധനാലയങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട്. ഹിന്ദു ആരാധനാലയങ്ങൾ പോലെ തന്നെ മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങളുമുണ്ട്. അവിടെ ഇരിക്കുന്ന ഒരു അവിടെ ഇരിക്കുന്ന ഒരു പുരോഹിതനെ, മതപുരോഹിതനെ, ഒരു മുസ്ലിം പള്ളിയാണെങ്കിൽ അവിടുത്തെ ഉസ്താദിനെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിൽ അവിടുത്തെ ചുമതലയുള്ള അച്ഛനെ കുർബാന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമോ? ഒരു ഉസ്താദിനെ പള്ളിയിലിരുന്ന് നിസ്കരിക്കുമ്പോൾ അവിടെ ആ ഉസ്താദായിട്ടിരിക്കുന്ന ഇമാമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇമാമാണ് പള്ളിയിലെ ഏറ്റവും പ്രധാനം. ഒരു ഇമാമ് ആ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ കർമ്മം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമോ? അവിടെയാണ് നമ്മുടെ ചോദ്യം. അതാണ് നമ്മൾ അവിടെ അതിനെ വർഗീയത അല്ലെങ്കിൽ വർഗീയത പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക ഒരു പോലീസ് രീതി, ഒരു പോലീസ് നയം നമ്മൾ കുറേ കാലമായിട്ട്, ഈ അടുത്ത കുറച്ച് കാലമായിട്ട്, അതായത് പച്ചക്ക് പറഞ്ഞാൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം കാണുന്ന ഒരു മാറ്റം. അതിനു മുമ്പൊന്നും അങ്ങനെയൊന്നും സംഭവിക്കില്ല. പോലീസിന് കൊണ്ടുപോകാം, അറസ്റ്റ് ചെയ്യാം. ഇയാൾ ജോലി ചെയ്തിരുന്ന പൂന്തറ ഒരു ക്ഷേത്രത്തിലാണ് ഈ പോറ്റി ജോലി ചെയ്തിരുന്നത്. അതായത് പൂന്തറ ഉച്ചമാടൻ ക്ഷേത്രത്തിൽ നിന്നാണ് 40 വർഷം പഴക്കമുള്ള 1.5 കോടി വില വരുന്ന പഞ്ചലോഹ വിഗ്രഹമാണ് മോഷണം പോയത്. അത് ഈ ജൂൺ 25-ാം തീയതിയാണ് മോഷണം പോകുന്നത്. അപ്പോൾ അന്നത്തെ പൂജാരി, ആ സമയത്ത് ക്ഷേത്രത്തിലെ പൂജാരി ആയിരുന്നു ഈ അരുൺ പോറ്റി എന്ന് പറയുന്ന പൂജാരി. അപ്പോൾ ഈ പൂന്തറ ക്ഷേത്രത്തിലെ സെക്രട്ടറി ഉണ്ട്. ഈ സെക്രട്ടറിയുമായിട്ട് പൂജാരി പറയുന്നത് പൂന്തറ ക്ഷേത്രത്തിലെ സെക്രട്ടറിയുമായി ഇദ്ദേഹം ഇത്തിരി അസ്വാരസ്യമുണ്ടായി, പിണക്കമുണ്ടായി. അങ്ങനെയാണ് ഇദ്ദേഹം ആ ക്ഷേത്രം വിട്ടു പോകുന്നത്, അവിടുത്തെ ജോലി മതിയാക്കി പോകുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ സെക്രട്ടറി, അപ്പോൾ ഈ മോഷണം പോയപ്പോൾ ആർക്കൊക്കെ സംശയമുണ്ട്, ഇദ്ദേഹവുമായിട്ട് വിരോധമുള്ള ആളുകളുടെ പേരും കൂടെ
ഈ പോലീസിന് ലിസ്റ്റിൽ പറഞ്ഞു കൊടുത്തു. സംശയമുള്ളവരുടെ പേരിൽ അരുൺ പോറ്റിയുടെ പേരും കൂടെ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഇദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്ന ഈ മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിൽ എത്തിയിട്ട് പൂജാരിയെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹം പൂജ ചെയ്യുകയായിരുന്നു. അത് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അദ്ദേഹത്തെ കൊണ്ടുപോയി പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഒരാളെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് ചോദ്യം ചെയ്യാം, കൊണ്ടുപോകാം, തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹം ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തടസ്സപ്പെടുത്തിയിട്ടാണ് അമ്പലത്തിനകത്ത് കയറിയിട്ട് ക്ഷേത്രത്തിനകത്ത് കയറിയിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നത്. അതും ശനിയാഴ്ച അദ്ദേഹം ചെല്ലാം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒന്നുകിൽ ഇത് ഈ മോഷണം പോയത് ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല, ആരാണെന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പോലീസിന്റെ ഒരു സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, ഒരാളെ കള്ളനാക്കുക, എങ്ങനെയെങ്കിലും തലയൂരുക, ഒരു തന്നെ കള്ളനാക്കി തലയൂരുക. അപ്പോൾ ഈ മിക്കപ്പോഴും നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ അങ്ങ് ചിന്തിക്കുന്നത് ഇത് അവിടുത്തെ ഈ പൂജാരിയാണ് കൊണ്ടുപോകുന്നത്. അത് അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ആ തരത്തിൽ ചിന്തിക്കുന്ന ആദ്യം അങ്ങനെ സംശയിക്കാം. കാരണം പൂജാരിയാണല്ലോ ഈ പ്രതിഷ്ഠയെ എല്ലാ ദിവസവും കുളിപ്പിക്കുകയും ശുദ്ധിയാക്കുകയും പിന്നെ വസ്ത്രം അണിയിക്കുകയും മാല ചാർത്തുകയും ഒക്കെ ചെയ്യുന്നത് ഇദ്ദേഹമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിരന്തരം സമ്പർക്കം ആ പ്രതിഷ്ഠയുമായിട്ട് സമ്പർക്കം ചെയ്യുന്ന അദ്ദേഹമാണ്. ആ സാധനം അവിടെ നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം അദ്ദേഹത്തിന് സംശയിക്കാം. ഇപ്പം ഈ ക്ഷേത്രത്തിലെ പൂന്തറ ക്ഷേത്രത്തിലെ സെക്രട്ടറി ഇയാളുമായിട്ട് നമ്മുടെ ഈ പൂജാരിയുമായിട്ട് അരുൺ പോറ്റിയുമായിട്ട് എന്തോ തർക്കം ഉണ്ടായിരുന്നു പറഞ്ഞു. ഓക്കെ, അതും സംഭവിക്കാം, മനുഷ്യരാണ് തമ്മിൽ അങ്ങോട്ട് സംഭവിക്കാം. പക്ഷേ അതുകൊണ്ട് മാത്രമായിരിക്കില്ല ഇദ്ദേഹം പിന്നെ സംശയം വരുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടെ പൂജാരി ആയിരുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. സെക്രട്ടറി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പോലീസ് ആ സമയത്ത് ആരായിരുന്നു പൂജാരി, അതിൻ്റെ ആളാണ്. എന്നാൽ പിന്നെ അയാളെയും നമുക്ക് സ്വാഭാവികമായിട്ടും ചെയ്യാം. മാത്രമല്ല ആ സമയത്ത് അവിടെ ഉള്ള മറ്റ് ക്ഷേത്ര ജീവനക്കാരുണ്ടാവും, കുറച്ചുണ്ടാവും. പിന്നെ അതിന് തൊട്ടു മുമ്പും അതിനുശേഷവും വന്ന പൂജാരി ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാം പോലീസ് പിന്നെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരിക്കണം, അവരുടെ എല്ലാം പറഞ്ഞിരിക്കുകയാണ് വരാൻ. അപ്പോൾ അവരെല്ലാം വരുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ കുറച്ച് എന്തെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കൂടുതൽ തെളിവ് അവർ കിട്ടുകയോ അല്ലെങ്കിൽ സാഹചര്യ തെളിവെന്തോ കിട്ടുകയുണ്ടെങ്കിൽ ഇയാളാണ് എന്ന് ഏകദേശ ധാരണ വന്നെങ്കിൽ പോലും, ഞാൻ അവിടെയാണ് പറഞ്ഞത്, ഇദ്ദേഹം നമ്മളിപ്പം ഒരു പൂജാരി ആയതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ പിന്നെ കുറ്റക്കാരനാകാൻ വെളുപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ക്ഷേത്രത്തിലെ അന്നത്തെ പിന്നെ ജീവനക്കാർ അതിന് മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്ന, സ്വാഭാവികമായിട്ടും അവിടെ മുമ്പിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ സംശയത്തിൽ വരില്ല. അയാൾക്ക് വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം, ഈ പ്രതിഷ്ഠ എടുത്തുകൊണ്ട് പോകാനുള്ള ഓപ്പറേറ്റ് ചെയ്യാനുള്ള പരിപാടി, അങ്ങനെ എല്ലാ സ്ഥലവും കാര്യങ്ങളെല്ലാം അറിയാവുന്നതായിരിക്കും. പിന്നീട് വന്ന ആളിനും കൂടെ. അപ്പോൾ അവരെല്ലാം വിളിച്ച് ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഇത് ഇങ്ങനെ ഒരാൾ, അതും സ്റ്റേഷനിൽ ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ തലേ ദിവസം വരിക എന്ന് പറഞ്ഞതാണ് ഞാൻ ആദ്യം പറഞ്ഞ കണ്ടന്റ് കിടക്കുന്നത്, അജണ്ട കിടക്കുന്നത് അവിടെയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കേരളത്തിൽ അങ്ങനെയുള്ള ആൾക്കാരെ, അതായത് പ്രത്യേകിച്ച് ഞാനതങ്ങ് ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പുല്ലും സംഭവിക്കാൻ പോകുന്നില്ല, ഞങ്ങളിതൊക്കെ ചെയ്യും എന്നതാണ്. പക്ഷേ അപ്പുറത്ത് ഈ പറയുന്ന മറു സൈഡിൽ എന്തെങ്കിലും ചെയ്ത്, അതായത് മറ്റ് ആരാധനാലയങ്ങൾ ഇതുപോലെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് നമുക്കറിയാമല്ലോ. വരാൻ പോകുന്ന പ്രസ്താവനകളും വരാൻ പോകുന്ന പ്രതിഷേധങ്ങളും നമുക്കറിയാമല്ലോ. ഒരു കുട്ടികളുടെ സ്കൂൾ ടൈം മാറ്റാൻ തീരുമാനിച്ചാൽ പോലും അതിലിടപെടുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിരിക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട്. അതെ, സ്കൂൾ ടൈം, കാരണം കുട്ടികളുടെ പഠിത്തത്തിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ രാവിലെ 8 മണി മുതലുള്ള ക്ലാസ്, ഉച്ചവരെ 1 മണി വരെ എങ്ങാനും ആ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ട്യൂഷന് പോകാനും സൗകര്യമുണ്ട്. അവരുടെ മനസ്സും നല്ല ക്ലിയർ ആയിരിക്കും, നല്ല ഫ്രഷ് ആയിട്ടുള്ള മനസ്സാണ്. നമ്മുടെ ഈ ചെറിയ പരിമിതമായ റോഡിലെ ട്രാഫിക് പ്രശ്നങ്ങൾ വളരെയധികം പരിഹരിക്കാൻ, ഒരു പരിധിവരെയല്ല, വളരെയധികം പരിഹരിക്കാൻ. കാരണം 10 മണിക്ക് ഓഫീസുകൾ തുടങ്ങും. അപ്പം ഈ ഓഫീസിൽ പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും ഈ വാഹനങ്ങളെല്ലാം കൂടെ കിടന്ന് മിങ്കിൾ ചെയ്താണ് നമ്മുടെ നാട്ടിലെ ട്രാഫിക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാ പട്ടണങ്ങളിലും, എറണാകുളം, തിരുവനന്തപുരം, എല്ലായിടത്തും. അപ്പം സ്കൂൾ ഒരു 8 മണിക്ക് പിന്നെ തുടങ്ങുകയാണെങ്കിൽ ഒരു 7:30 മണി 7:45 നമ്മുടെ സ്കൂൾ ബസ്സുകളെല്ലാം പോയി തീരും. അപ്പോൾ നമ്മുടെ റോഡ് ക്ലിയർ ആകും. പിന്നെ ഓഫീസിൽ പോകുന്നവരുടെ ബസ്സുകളും കൂടെ പോകുമ്പോൾ നമ്മുടെ ട്രാഫിക് പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കപ്പെടും. അങ്ങനെ ഒരു നല്ല വീക്ഷണത്തിൽ നമ്മൾ പിന്നെ ഈ ഒരു സ്കൂൾ പരിഷ്കരണം കൊണ്ടുവന്നപ്പോൾ ആദ്യം എതിർത്തത് വിശ്വാസത്തിൻ്റെ പേരിലാണ്. അത് ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ്, ഞങ്ങളുടെ മദ്രസയിൽ പിള്ളേർക്ക് പോകാൻ പറ്റില്ല,
അതുകൊണ്ട് അത് പരിഷ്കരണം നടപ്പാക്കാൻ പറ്റും. അതിന് എന്ത് ചെയ്യണം? ഈ മറ്റുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഈ ട്രാഫിക്കിൽ കുരുക്കിൽപ്പെട്ട് കുട്ടികളും രക്ഷാകർത്താക്കളും അനുഭവിച്ചു കൊള്ളണം. ഞങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ട് ബാക്കി ഇവിടെയുള്ള എല്ലാവരും എല്ലാം സഹിച്ചു കൊള്ളണം, എല്ലാം അനുഭവിച്ചു കൊള്ളണം എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഞാനത് തുറന്നു പറയുമ്പോൾ പച്ചയ്ക്ക് തുറന്നു പറയുന്നു എന്ന് പറഞ്ഞ് എന്നെ പിന്നെ വർഗീയമായിട്ട് പറയേണ്ട കാര്യമില്ല. ഞാൻ യാഥാർത്ഥ്യമാണ് പറഞ്ഞ, കൃത്യമായിട്ടും പറഞ്ഞ യാഥാർത്ഥ്യമാണ്. അവിടെയാണ് നമ്മൾ ഈ കാണുന്ന അജണ്ട. ഈ ക്ഷേത്രത്തിൽ കയറി, അതുകൊണ്ടാണ് പോലീസിന് അതിനുള്ള ധൈര്യം കിട്ടിയത്. അത്തരം കാര്യങ്ങൾക്കെല്ലാം മുമ്പ് ഈ നമ്മുടെ ഭരണാധികാരികളും അധികാരികളും പിന്നെ തലകുനിച്ചു കൊടുത്ത് സമ്മതിച്ച് മിണ്ടാതെ അവരൊരു നല്ലൊരു പരിഷ്കാരം കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ടും അങ്ങനെ ഒരു പരിഷ്കാരം ധൈര്യമായിട്ട് ആർജവത്തോടെ ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്ക് വലിയ താല്പര്യം വന്നേനെ. കാരണം എല്ലാ വിഷയവും നമ്മുടെ ട്രാഫിക് വിഷയങ്ങൾ ഒരുപാട് മാറി കിട്ടും. പക്ഷേ സമ്മതിച്ചില്ല. അപ്പോൾ അത് കാണുമ്പോൾ അവർക്കറിയാം ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞങ്ങൾക്ക് എന്തും ചെയ്യാം, ഞങ്ങളോടൊപ്പം ഉണ്ട് എന്താണ് എന്നുള്ള ഒരു ധാരണ അതിനകത്തുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പം ഇദ്ദേഹം അരുൺ പോറ്റി വിഷമത്തോടെ ഒരു പറഞ്ഞ കാര്യം, ഇദ്ദേഹത്തെ വിലങ്ങ് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് വിലങ്ങ് വെച്ച് കൊണ്ടുപോവുകയാണ്. അപ്പം വിലങ്ങ് വെച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാടില്ല. അദ്ദേഹം കൊടും കുറ്റവാളിയാണ് എന്നുള്ളത് ആ തരത്തിൽ പോലീസ് അങ്ങ് തീരുമാനമെടുത്ത് ഇദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. പിന്നീട് വിവാദമായപ്പോഴാണ് അദ്ദേഹത്തെ രാത്രി വിട്ടയക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പല മനുഷ്യരെയും പോലീസ് ഇത്തരത്തിൽ, അത് പോലീസും ഭരണകൂടവും അവരുടെ ഗൂഢാലോചനയൊക്കെ പാവപ്പെട്ട മനുഷ്യരെ കുറ്റവാളികളാക്കി, നിരപരാധികളെ കുറ്റവാളികളാക്കി ഇതുപോലെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന, അല്ലെങ്കിൽ അവരെ ജീവിതം ഇല്ലാതാക്കുന്ന, അതിപ്പോഴും തുടരുന്നു ഈ ആധുനിക കാലഘട്ടത്തിലും എന്നുള്ളതാണ്. അതിനൊന്നും മാറ്റമില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ അതിനകത്ത് ഒന്നും കൂടെ ഞാൻ പറയുന്നു, അതായത് ഇയാളെ അറസ്റ്റ് ചെയ്ത സ്റ്റേഷനിലെ SHOയോ അല്ലെങ്കിൽ അവിടുത്തെ ഇൻസ്പെക്ടർക്കോ പേരിൽ മാത്രം അദ്ദേഹം നടപടി എടുത്താൽ പോരാ, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ മാത്രം ഇതിന് വിട്ടാൽ പോരാ. ഇത് ഇവിടെ ആ വകുപ്പ് ഭരിക്കുന്ന, ആ ഒരു സമ്പ്രദായത്തെ നയിക്കുന്ന, ആ ആഭ്യന്തര മന്ത്രാലയത്തെ നയിക്കുന്ന വകുപ്പ് അവരുടെ ഉത്തരവാദിത്തമാണ്. അവരാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. ഇങ്ങനെ ഒരു പോറ്റിയെ അമ്പലത്തിനകത്ത് നിന്നും ശ്രീകോവിലിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അവരാണ്. അല്ലാതെ ഒരു SIയോ അതല്ലെങ്കിൽ ഒരു SHO മാത്രമല്ല. ഇതിപ്പോൾ SHOയുടെ പേരിലൊരു നടപടി എടുക്കുക, അങ്ങ് കളയുക എന്നുള്ള അവസ്ഥയായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ ഉത്തരവാദിത്വം, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇത് നയിക്കുന്ന ഈ വകുപ്പ് കൺട്രോൾ ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് ആണ് നമ്മൾ ഇവിടെ ഊന്നി പറയേണ്ടത്.